അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. നമസ്കാരം. SCVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അർജുൻ അസോസിയേറ്റ്സ് അവതരിപ്പിക്കുന്ന വാസ്തുഭവനം എന്ന ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് പതിപോലെ തന്നെ നമുക്ക് ധാരാളം ആൾക്കാർ വാസ്തുശാസ്ത്രപരമായി എങ്ങനെ വീടുകൾ നിർമ്മിക്കാമെന്നും നിങ്ങളുടെ ഗൃഹങ്ങൾ വാസ്തുശാസ്ത്രപരമായിട്ട് ഉള്ള സംശയങ്ങൾ ചോദിക്കാനുമുള്ള ഒരു പ്രത്യേക പരിപാടിയാണിത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് ജൂൺ 1, എല്ലാ കുട്ടികളും ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ഒരു 2 മാസത്തെ വേനലവധി കഴിഞ്ഞ് പ്രവേശിക്കുന്ന പ്രവേശനോത്സവമായി ആനന്ദിക്കുന്ന ഒരു നല്ലൊരു സുദിനമാണത്. എല്ലാ കുട്ടികൾക്കും അർജുൻ അസോസിയേറ്റ്സിൻ്റെ പേരിൽ ഹൃദയപൂർവ്വം അവർക്ക് വളരെ നല്ല ഒരു ഭാവി ശോഭനമായി തീരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, കുട്ടികൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാസ്തുശാസ്ത്രപരവും പഠനവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അർജുൻ സാറ് ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവരുടെ മുറികൾ, ബെഡ്റൂം, അവരുടെ പഠന മുറികൾ നമ്മളെങ്ങനെ ക്രമീകരിക്കാം, നേരത്തെ തന്നെ ക്രമീകരിച്ചിട്ടുള്ള വീടുകളിൽ എന്തൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള വികാസങ്ങൾ വാസ്തുശാസ്ത്രപരമായിട്ട് എങ്ങനെ അത് നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ള ഒരു വിശദമായ ഡീറ്റെയിൽ ആയിട്ട് സാറ് ഇന്ന് നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ്. ഇന്ന് മാന്യപ്രേക്ഷകർ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ സാറിനോട് ചോദിച്ചു തുടങ്ങാം. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഞാൻ നേരത്തെ പ്രേക്ഷകരോട് പറഞ്ഞതുമാതിരി ഇന്ന് സ്കൂളുകൾ അതെ, അപ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും അവരവരുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠനപരമായിട്ടും അതുപോലെ മാനസികമായിട്ടും വികാസം വേണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ചുള്ള സ്കൂളുകളിൽ കുട്ടികളെ അയക്കുന്നത്. കുട്ടികൾ എല്ലാവരും ഇന്ന് സന്തോഷത്തോടെ സ്കൂളിൽ പോയിട്ടുണ്ട്. ചില കുട്ടികൾ ഉച്ച വരെ ഉണ്ടാവുള്ളൂ, വൈകുന്നേരം വരെയുണ്ട്. അപ്പോൾ സാർ, എനിക്ക് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, കുട്ടികൾ പഠിക്കുന്ന പഠനമുറികൾ. നമുക്ക് നേരത്തെ നമ്മൾ വീടുകളുടെ സ്കെച്ചുകളാണല്ലോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വീടിൻ്റെ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ മുതൽ. അപ്പോൾ ഇന്ന് പഠനമുറികൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഇനി നിർമ്മിക്കുന്ന വീടുകൾക്ക് പഠനമുറികൾ എങ്ങനെ വേണം, അതിൻ്റെ നിറം എന്തായിരിക്കാം എന്നൊക്കെ നമുക്കൊന്ന് പ്രേക്ഷകരായിട്ട് പങ്കുവെച്ചു. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളത് അവതരിപ്പിച്ച വിഷയം എന്ന് പറഞ്ഞത് പ്ലാൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ പ്ലാൻ, ഒരു വീട്ടിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളതിനകത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമാണ് മുറികളുടെ സ്ഥാനം, എവിടേക്ക് ഏതൊക്കെ മുറികൾ വരണം, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഇന്ന് അതെ പറയുകയും ചെയ്തു. ഇന്നിപ്പോൾ ഇതൊരു പ്രത്യേകത ഉള്ള കാരണം, സ്കൂൾ തുറക്കുന്ന ഒരു ദിവസം അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ പ്രോഗ്രാം ഇന്ന് നമ്മൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ എങ്ങനെ അവരുടെ ഒരു വീടിൻ്റെ പ്ലാൻ തയ്യാറാകുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ അഭിവൃദ്ധിക്കും അവരുടെ കാര്യക്ഷമതയ്ക്കും ഉതകുന്ന തരത്തിൽ ശാസ്ത്രവിധി പ്രകാരം എങ്ങനെ അതിന് എന്തെങ്കിലും നിയമങ്ങളുണ്ടോ, അങ്ങനെ ശാസ്ത്രപ്രകാരം മുറികൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് ഓരോ ഇതിനും സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. ഇവൻ ആ പഠിക്കുന്ന അതിൽ പൊതുവായിട്ട് നമ്മൾ സ്ഥാനങ്ങൾ പറയുമ്പോൾ, ഒരു വീടിൻ്റെ സ്ഥാനം പറയുമ്പോഴത്തേക്ക് പഠനമുറിക്ക് ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നത് തെക്ക് വടക്കേ ഭാഗമാണ്. തെക്ക് വടക്കേ ഭാഗം. അപ്പോൾ അത് നമ്മൾ പടിഞ്ഞാറ്, തെക്ക് പടിഞ്ഞാറേ ഭാഗം, ആ ഭാഗമാണ്. അപ്പം നമ്മളതിനകത്ത് പറയുമ്പോഴത്തേക്ക് ഈ തെക്ക് പടിഞ്ഞാറെന്ന് നമ്മൾ നിര്യതി കോണാണ്. അപ്പം നിര്യതി കോണ് ഒഴിച്ചിട്ട്, അതാണ് ഞാൻ സൂചിക്കാൻ വന്നത്. നിര്യതി കോണെന്ന് പറഞ്ഞാൽ നമുക്ക് കന്നിമൂല. അപ്പം നമുക്ക് വടക്ക് പടിഞ്ഞാറ്, അപ്പോൾ വായുകോണ്. അപ്പം നമുക്കിതിന് ഓരോന്നിനും സ്ഥാനമുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ചുരുക്കി പറയാം. ഒരു വീടിൻ്റെ കിഴക്ക് വശത്ത് നമുക്ക് സ്വീകരണ മുറി, ഡൈനിങ് ഹാള്, അതേസമയം വടക്ക് കിഴക്ക് ഭാഗത്ത് കാർ പോർച്ച്, സിറ്റ് ഔട്ട്, അതുപോലുള്ള പോർട്ടിക്കോ, പൂജാമുറി. ശരി, വടക്ക് കിഴക്ക് ഭാഗത്ത്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ വരുന്ന ഏറ്റവും നല്ല ബെഡ്റൂമിൻ്റെ സ്ഥാനമാണ് തെക്ക് പടിഞ്ഞാറേ ഭാഗം, നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗമാണ് 4ാമത്തെ കോർണറാണ് വായുകോണ്, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറേ ഭാഗം. അപ്പോൾ വടക്ക് പടിഞ്ഞാറാണ് കുട്ടികൾക്ക് ഏറ്റവും പഠനമുറിയായിട്ട് ഏറ്റവും നല്ലത്. കാരണം അതിന് ശാസ്ത്രീയമായിട്ട് കാരണങ്ങളുണ്ട്. നമ്മളിത് ശാസ്ത്ര സങ്കല്പ പ്രകാരം ഈ സ്ഥാനം വായുകോണാണ്. അപ്പോൾ വായുവിൻ്റെ ആ ഒരു
സ്ഥാനം നമ്മൾ കൽപ്പിച്ചിട്ടാണ് അവിടെ അതിൻ്റെ ഒരു പ്രാധാന്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് അവിടെ കുട്ടികൾക്ക് പഠനമുറി ഏറ്റവും ഉചിതമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ ചാടി മറിഞ്ഞ് അവരുടെ ഒരു പ്രസന്നത, അവർക്ക് ആ ഒരു എനർജി കിട്ടണമെങ്കിൽ അവിടെ ഒരു പഠനമുറി കേന്ദ്രീകരിക്കണം. അതായിരിക്കും ഏറ്റവും ഉത്തമമാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നമ്മളൊരു പ്ലാന് തയ്യാറാക്കുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കുട്ടികൾക്കുള്ള മുറി ക്രമീകരിക്കുകയും അവർക്ക് പഠിക്കാനുള്ള മറ്റ് സൗകര്യങ്ങൾ അവിടെ ഉൾപ്പെടുത്തുകയും അങ്ങനെ അതിൻ്റെ വെന്റിലേഷൻ ഈ പറഞ്ഞതുപോലെ ക്രമീകരിക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ഡോറ് കൊടുക്കുന്നതിന് പൊസിഷനുണ്ട്, വെന്റിലേഷൻ കൊടുക്കുന്ന എല്ലാത്തിനും സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറാണ് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് പഠനമുറിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ചും കുട്ടികളുടെ പഠനമുറിക്ക്. സാർ, അപ്പം ഞാനിലേക്ക് ചോദിച്ചോട്ടെ, അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറ് മുറി നമ്മൾ ക്രമീകരിച്ചു. ഈ പഠിക്കാൻ ഇരിക്കുന്ന കസേര, ടേബിള്, കുട്ടികളെ മിക്കവാറും എല്ലാ സ്ഥലത്തും ബെഡ്റൂമും പഠനമുറിയൊക്കെ ഒന്നിച്ച് തന്നെ ആയിരിക്കും. ഒരു സൈഡിൽ കട്ടിൽ. അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു റൂമിൻ്റെ സൈസ് എടുത്തിട്ട് അത് സ്വാഭാവികമായിട്ട് ഒരു 12x13 നമ്മൾ വാസ്തുശാസ്ത്ര പ്രകാരം പറയുകയാണെങ്കിൽ ഒരു 366 366 എന്നുള്ള നമ്മൾ 5:2 അങ്കുലം ഒരു കണക്ക് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് റെക്റ്റാങ്കിളായിട്ട് നമുക്ക് അതിനകത്ത് മാറ്റം വരുത്താം, 28-ൻ്റെ ഒരു കണക്കിലെടുക്കുക എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ 12x13 അടിയുള്ള ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ 12x13 അടിയുള്ള ഒരു റൂമാണ് നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു പഠനമുറിയായിട്ട് ആജീവനാന്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കുട്ടികളുടെ നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടി ആ ഭാഗത്തേക്ക് ഒരു റൂം ക്രമീകരിക്കുകയും അതിനനുബന്ധിച്ചുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും കൊടുത്തതിന് ശേഷം ഇതിൽ അതിൻ്റെ കട്ടിൽ തെക്കോട്ട് തന്നെ വരത്തക്ക രീതിയിൽ ക്രമീകരിക്കണം. നമുക്ക് കട്ടിൽ തലയണ വെക്കുന്ന തല വയ്ക്കുന്ന ഭാഗം തെക്കോട്ടായിരിക്കണം. പിന്നെ നമുക്ക് അല്ലാതെ തന്നെ 2 സ്ഥലത്ത് വെക്കാം. ഒന്ന് കിഴക്കോട്ടും തലയണ വരുന്ന ഭാഗത്ത് വെച്ചിട്ട് കിടക്കാം. പടിഞ്ഞാറ് അത്യാവശ്യത്തിന്, പടിഞ്ഞാറ് കഴിവൊന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്, വടക്കോട്ട് ഒരിക്കലും പാടില്ല. അപ്പോൾ പഠനമുറിക്ക് ഈ പറഞ്ഞെടുത്ത് നമ്മൾ ബെഡ്റൂം അങ്ങനെ പണിയുകയാണെങ്കിൽ അവിടെ കട്ടിൻ്റെ തലയണ വരുന്ന ഭാഗം തെക്കോട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. വടക്ക് ഭാഗത്ത് വന്നാൽ എന്തായിരിക്കും ദോഷം? വടക്ക് ഭാഗത്ത് തല വെച്ച് കിടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാന്തിക ബലം, നമ്മുടെ മാഗ്നറ്റിക് അത് തീർച്ചയായിട്ടും അവരുടെ മെമ്മറിയെ ബാധിക്കും, ബ്രെയിനിനെ ബാധിക്കും. കാരണം ഇത് രണ്ടും ഒരേ ഇതിലേക്ക് വരികയും ബുദ്ധിക്ക് ആ ഒരു ഉന്മേഷക്കുറവ് വരികയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ തല വെക്കുന്നത്, അല്ലെങ്കിൽ തല വടക്കോട്ട് വെച്ച് കിടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പിന്നെ ഈ ബെഡ്റൂമിൽ തന്നെ നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നെ കട്ടിൽ കഴിഞ്ഞു, പിന്നെ അവർക്ക് ഇരിക്കാനുള്ള മേശ, കസേര, അത് കഴിവതും ഇവർ ഇരുന്ന് പഠിക്കുന്ന കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ തെക്കോട്ട് തലയണ വെച്ച് ഒരു കട്ടിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കത്തക്ക രീതിയിൽ ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതെ, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് കുറെ കൂടെ ഉചിതം. അപ്പോൾ അവർ ഇരുന്ന് കട്ടിൽ കഴിഞ്ഞു, അതിൻ്റെ തൊട്ടടുത്തൊരു ചെയർ ഇടുന്നു, അതിൻ്റെ ഫേസ് ചെയ്ത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നും കൊണ്ട് പഠിക്കാനുള്ള ടേബിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു വാസ്തുശാസ്ത്രപരമായിട്ട് അതിനൊരു ശാസ്ത്രം ഉള്ളതാണ്. പിന്നെ ഇതിപ്പോൾ നമ്മൾ ശാസ്ത്രം പറയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അല്ലാതെ തന്നെ ചില സ്ഥലത്ത് സാർ ഈ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത എത്രയോ വീടുകൾ ഉണ്ടാവും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ശാസ്ത്ര പ്രകാരമുള്ള ഒരു പ്ലാനിനെ പറ്റിയും അതിൻ്റെ നിയമവശങ്ങളും പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ശാസ്ത്രം പറയുകയും അതിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോളർ ഉണ്ട്, തിരിച്ചു വരാം. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ സർ. സർ, പേരൊന്ന് പറയാമോ? കേൾക്കാം, പറഞ്ഞോളൂ. പേര് ഉദയൻ. സാർ എവിടുന്നാ വിളിക്കുന്നത്? ഒറ്റപ്പാലം. ഓക്കെ, എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. ഒറ്റപ്പാലം. ചോദിച്ചോളൂ. പിന്നെ ഈ പടിഞ്ഞാറ് ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയും, ഹലോ കേൾക്കാം, പറഞ്ഞു. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയും കിണറും കുഴിക്കാവോ? തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള വരാൻ പാടില്ലല്ലോ. അത് നമ്മൾ തെക്ക് പടിഞ്ഞാറ് സാധ്യത ഉണ്ടോ? ഇല്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള ഒരിക്കലും പാടില്ല. നമുക്ക് മറ്റ് 3 സ്ഥാനത്തും അടുക്കളയ്ക്ക് സ്ഥാനം പറയുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് ഭാഗം നിര്യതി കോണ്, അല്ലെങ്കിൽ അവിടെ നമ്മൾ അടുക്കളയ്ക്ക് സ്ഥാനമില്ല. ഹലോ, ക്ലിയർ ആയല്ലോ?
ചോദിച്ചോളൂ. ശുദ്ധ രീതിയിലാണ് അടുക്കള സ്ഥാപിക്കണമെങ്കിൽ അത് തന്നെ ഇതിനകത്ത് ശാസ്ത്രവിധി പ്രകാരം നമ്മൾ തച്ചുശാസ്ത്ര പ്രകാരം പറയുമ്പോൾ വീട്ടിൻ്റെ അടുക്കള ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരാൻ പാടില്ല, അങ്ങനെ ഒരു സ്ഥാനം കൊടുത്ത് പണിയാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബാക്കി 3 ഭാഗത്തും വരുന്നതിൽ തെറ്റില്ല. ഹലോ സാർ, കേൾക്കാമോ? ക്ലിയർ ആയല്ലോ? സാർ പറഞ്ഞ ക്ലിയർ ആയോ? കേട്ടോ? കിണർ പറ്റുമോ? കിണറും ആ ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ പാടില്ല. എങ്കിലും ക്ഷേത്രങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. അവിടെ ഈ തെക്ക് പടിഞ്ഞാറ് നമ്മൾ ക്ഷേത്രങ്ങളുടെ കിണർ വരുന്നത് അവിടെ ഇന്ദ്രജിത്തിൻ്റെ ഒരു പദമെന്ന് പറഞ്ഞ ഒരു ചെറിയ പോർഷനുണ്ട്. അത് വളരെ നന്നായിട്ട് അറിയാവുന്നുള്ള കണക്കുകൾ കറക്റ്റായിട്ട് നോക്കി ചെയ്യാൻ അറിയാവുന്നവർ മാത്രമേ അത് ചെയ്താൽ തെറ്റുപറ്റാതിരിക്കും. അല്ലാത്ത സ്ഥാനത്ത് വന്നാൽ ദോഷം ചെയ്യും. ഇന്ദ്രജിത്തിൻ്റെ പദത്തിൽ നമ്മൾ അങ്ങനെ ഒരു പദമുണ്ട്. അവിടെ നമ്മൾ ക്ഷേത്രങ്ങളുടെ കിണറിൻ്റെ സ്ഥാനമുണ്ട്. അവിടെ അത്യാവശ്യം വീട്ടിന് കിണറിന് വന്നാൽ ദോഷം ഇല്ല എന്നാണ് അത് പറയുന്നത്. പിന്നെ ചെറിയൊരു സംശയം. ആയിക്കോട്ടെ. കക്കൂസ് തെക്ക് ഭാഗത്തുള്ളത്, കക്കൂസ് തെക്ക് ഭാഗത്തുള്ളത്. അപ്പൊ ഈ കുളിമുറിയും കക്കൂസും ഒരുമിച്ചാണ്. അപ്പൊ അതിന്റെ കക്കൂസ് ഏത് ഭാഗത്ത് വേണം? അങ്ങനെയല്ലല്ലോ നമ്മളിത് പറയുന്നത്. കക്കൂസ് നമ്മൾ ശരിക്കും ടോയ്ലറ്റും ബാത്റൂം അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അത് രണ്ടും ഒരുമിച്ചല്ലേ നമ്മൾ സാധാരണ ഡിസൈൻ ചെയ്ത് ചെയ്യാറുള്ളത്. 2 പാർട്ടായിട്ടൊക്കെ ചെയ്യാറുണ്ട്, അതിൻ്റെ പാർട്ടീഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കുളിക്കാനുള്ള ഒരു സൗകര്യവും മറ്റത് അല്ലാത്ത ക്ലോസറ്റ് വയ്ക്കാനായിട്ട് ഒരു സൗകര്യം. അപ്പോൾ അത് രണ്ടും ഒരു റൂമിനകത്ത് ഒരു സ്പേസിനകത്തല്ലേ വരുന്നത്. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. ശരിയായ ഉത്തരം അർജുൻ സാർ നൽകിയെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. താങ്ക് യു സാർ. ഈ പരിപാടി അവസാനം വരെ കാണുക സാർ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ കുട്ടികളുടെ പഠനമുറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ പഠനമുറി നമ്മൾ ഈ സ്ഥാനത്ത് കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് അത് കൂടാതെ ഒരു സ്ഥാനം കൂടെ ഉണ്ട് കുട്ടികളുടെ. ഇപ്പം ഇത് ഞാൻ പറഞ്ഞ അടുക്കളയുടെ കാര്യം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും അത് പറഞ്ഞു സംശയങ്ങൾ പലരും അത് കേൾക്കാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമ്മളത് മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ പഠനമുറി ഈ വായുകോണിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് വരുന്ന റൂം എടുക്കുകയും അതല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ കിച്ചൺ എടുക്കേണ്ടി വരും, വേറെ നിവൃത്തിയില്ല. അപ്പോൾ അവിടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വേറെ എവിടെയെങ്കിലും ഒരു സ്ഥാനം കണ്ടെത്തും. അതിൻ്റെ തൊട്ടിപ്പുറത്തെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് വശത്ത് ഈ വായുകോണ് ഇതിനെ നമ്മൾ 4ആയിട്ട് അംശിക്കുമ്പോൾ വരുന്ന രണ്ടാമത്തെ പദത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠനമുറിയായിട്ട് ഉപയോഗിക്കാം. അത് അവിടെ സ്ഥാനം പറയുന്നുണ്ട്. ശരി, ഇന്ന് വിചാരിച്ച് മറ്റ് സ്ഥലത്തൊക്കെ ഇരുന്ന് പഠിച്ചത് കൊണ്ടോ കുട്ടികൾക്ക് അവിടെ റൂം കൊടുത്തത് കൊണ്ടോ ഒരു ദോഷം വരുന്നെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് ശാസ്ത്രത്തിൽ ഒരാൾ ചോദിക്കുകയാണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഏറ്റവും ഉത്തമമായ സ്ഥാനം അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് നമുക്കൊരു ചെറിയ പരിമിതമായ സ്ഥലത്ത് ഒരു മുറി കിട്ടി അവിടെ ഇരുന്ന് കുട്ടികളിൽ നിന്ന് പഠിച്ചാൽ ഒരു ദോഷമൊന്നും വരാൻ പോണില്ല. പക്ഷേ കുറച്ച് അങ്ങനെ ആരെങ്കിലും എടുത്ത് ചോദിച്ചാൽ ശാസ്ത്രപ്രകാരം അതിനൊരു പ്രത്യേക സ്ഥാനമുണ്ടോ, ആ സ്ഥാനത്തിരുന്ന് പഠിച്ചാലുള്ള ഗുണം എന്തൊക്കെയാണ് എന്നുള്ളതാണ് വരുന്നത്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. പറയൂ, ഒന്ന് പേരും സ്ഥലവും ഒന്ന് പറയാം മാഡം. ഒന്ന് പേരും സ്ഥലവും പറയും മാഡം. പേരും സ്ഥലവും ഒന്ന് പറയും. ഹലോ, മാഡം പേരും സ്ഥലവും ഒന്ന് പറയും. പേരും സ്ഥലവും പറഞ്ഞോളൂ, കേൾക്കാം. ഓക്കെ, ചോദിച്ചോളൂ. എന്താണ് അറിയേണ്ടത് ചോദിക്കണം. ആ ടിവിയുടെ വോളിയം ശകലം ഒന്ന് കുറയ്ക്കാവോ? നിങ്ങൾ കണ്ടുപിടിച്ച ടിവിയുടെ വോളിയം കുറച്ച് കൂടുതലുള്ള നിങ്ങൾ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കാൻ വയ്യാത്തത്. ഒന്ന് കുറച്ചോളൂ, ചോദിച്ചോളൂ. ഇനി ചോദിക്കും. അതെ, വീടിന്റെ മുകളിൽ കൂടി തെക്കോട്ട് വെള്ളം ഒഴുകുന്നുണ്ട്, അതുകൊണ്ട് ദോഷം വല്ലതും ഉണ്ടോ? ഇതിന് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ചിരിയാണ് വരുന്നത്. വീടിൻ്റെ മുകളിലും നമുക്ക് എന്തായാലും വീട് വയ്ക്കുമ്പോൾ അതിനകത്തൊരു ടെറസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൂര ഉണ്ടാവും. ഇതിനകത്ത് മഴവെള്ളം പുറത്തോട്ട് പോകണം. അത് ഏത് വഴിക്കാൻ പോട്ടെ, അതിനിപ്പോൾ എന്താ ശാസ്ത്രത്തിൽ കുഴപ്പം? അതിനകത്ത് വേറെ ഒരു ശാസ്ത്രപ്രകാരം ഒന്നും പറയാനില്ല. ഒന്നുകിൽ മേൽക്കൂര ഉണ്ടാവും, അല്ലെങ്കിൽ ടെറസ് ഉണ്ടാവും. അപ്പോൾ അതിന് വെള്ളം പുറത്തോട്ട് പോകാനുള്ള ഒരു വഴി ഏതെങ്കിലും രീതിയിൽ കൊടുക്കും. അയൽവക്കക്കാരുടെ പറമ്പിൽ വിടാതിരിക്കാൻ വേണ്ടി റവ് കൊടുക്കാറുണ്ട്, അതിന് എന്തെങ്കിലും ഒരു ചാനൽ കൊടുക്കാറുണ്ട്. അതിലൊന്നും ഒരു ദോഷവും കാണേണ്ടതില്ല. മറ്റുള്ള അടുത്ത വീട്ടുകാർക്ക് ദോഷമില്ലാതെ അതൊക്കെ ചെയ്യാം.
ശരി ശരി. അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല ഇല്ല ഇല്ല, അത് കുഴപ്പമില്ല. ഇതൊക്കെ അലമാരി കിഴക്കേ റൂമിൽ ഈ അലമാരി ഇരിക്കുന്നത് ഏത് ദിശയിലോട്ട് വെക്കേണ്ടത്? കിഴക്കേ. അത് ഞാൻ ഈ അടുത്ത ഈ പിന്നെ ഇത് ഓരോ റൂമിലും പിന്നെ ഇപ്പോൾ നമ്മൾ കുട്ടികളുടെ പഠനമുറിയെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ മുറികളുടെയും സ്ഥാനങ്ങളും അതിലെ ഓരോന്നിൻ്റെ പ്ലേസും. കാരണം ഉദാഹരണത്തിന് ഒരു ബെഡ്റൂം ഉണ്ടെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ കട്ടിലേത് ഭാഗത്തായിരിക്കണം, അതിനകത്ത് ഒരു ടേബിൾ നമ്മൾ ഇടുകയാണെങ്കിൽ അതെവിടെ ആയിരിക്കണം, അതിനകത്ത് ഒരു ലോക്കർ അലമാര അല്ലെങ്കിൽ ലോക്കർ വെക്കുന്ന അതിനൊക്കെ സ്ഥാനങ്ങളുണ്ട്. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ? അലമാര വെക്കുന്നത് നമ്മൾ ഓരോ മുറിക്കും ഓരോ സ്ഥാനങ്ങളാണ് പറയുന്നത്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സാധാരണ അലമാര നമുക്ക് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് ക്യാഷും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ അത് നമ്മളെ റൂമിൻ്റെ വടക്ക് തെക്ക് വശത്തിച്ച് വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ വെക്കുന്നതാണ് ഏറ്റവും അഭിമാനം എന്ന് പറയേണ്ടി വരും. തെക്ക് വെച്ചിട്ട് വടക്കോട്ട്. അല്ലാതെ നമുക്ക് ഉള്ള സ്ഥലത്തൊക്കെ ഇത് വെക്കുന്നതിലൊന്നും വേറെ ദോഷമൊന്നുമില്ല. നമ്മൾ ശാസ്ത്രത്തിൽ പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തുള്ള ഒരു ബെഡ്റൂമിൽ നമ്മൾ എവിടെയാണ് അലമാര പണിയേണ്ടതെന്ന് ചോദിച്ചാൽ അതിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിൻ്റെ കട്ടിലിൻ്റെ പൊസിഷനും മറ്റുമൊക്കെ നോക്കിയിട്ട് ആ ലോക്കറും മറ്റു കാര്യങ്ങളും കഴിവതും നമുക്ക് തെക്ക് വശത്തുള്ള ഭിത്തിയിൽ അതിൽ നിന്ന് കൊടുത്തിട്ട് വടക്കോട്ട് ഫേസ് ചെയ്ത് വെച്ചാൽ കുറച്ച് നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അലമാരിക്കൊന്നും അത്ര വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല സാധാരണ. പിന്നെ ലോക്കർ പോലുള്ള കാര്യങ്ങൾ വയ്ക്കണമെങ്കിൽ ഇത് പരിഗണിക്കേണ്ടി വരും. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. ഈ പരിപാടി അവസാനം വരെ കാണുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. പ്ലീസ് സ്റ്റേ വിത്ത് us. Arjun Associates, വാസ്തു ഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തു ഭവനം. നമുക്കൊരു കോളർ ഉണ്ട്. ആരാ നോക്കാം സാർ? ഹലോ. ഹലോ, ഞങ്ങൾ ഇങ്ങനെ ടിവിയിൽ കണ്ടോണ്ടിരിക്കുകയാണ്. ഓക്കെ, നന്നായി, വളരെ നന്നായി. എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച ഉണ്ട് കേട്ടോ. എല്ലാ വ്യാഴാഴ്ചയും ഉച്ചയ്ക്ക് 12:30 മുതൽ 1:30 വരെ ഞങ്ങളിവിടെ ഉണ്ട്. ചോദിച്ചോളൂ മാഡം. ഒന്ന് പേരും സ്ഥലവും ഒന്ന് പറയാമോ? കോവളം. എവിടെ നിന്നാണ്? കോവളം വിഴിഞ്ഞം. കോവളം. ഓക്കെ. പേരെന്താണ്? പേര് മഞ്ജു. മാഡം ചോദിച്ചോളൂ, സാറോട് ഉണ്ട്, ചോദിച്ചോളൂ. എന്താണ് അറിയേണ്ടത്? ഞങ്ങള് സംശയം ചോദിക്കുന്നത്, ഞങ്ങള് ഒരു കന്നിമ സൈഡിലാണ് കിണർ കുഴിച്ചിരിക്കുന്നത്, കന്നിമൂലയിലാണ്. അതിന് വല്ല ദോഷം ഉണ്ടാവും? അതുകൊണ്ടാണ്. കുറച്ച് നേരത്തെ ഞാൻ അങ്ങനെ അതിനൊരു ആൻസർ പറഞ്ഞു. നമുക്ക് കിണറിന് സ്ഥാനങ്ങളോ ശാസ്ത്രപ്രകാരം കിണറിന് സ്ഥാനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് ശരിക്കും ഏറ്റവും നല്ലത് മീനൻ രാശിയിൽ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് മുതൽ കുംഭം, മീനം, മേടം ഇങ്ങനെയുള്ള ഇടവൻ രാശി വരെ നമുക്ക് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ വടക്കിൻ്റെ പകുതി കിഴക്കോട്ട് അതിട്ട് അതേപോലെ തന്നെ കിഴക്ക് വശത്ത് നിന്ന് വടക്കോട്ടും വരുന്ന ആ പോർഷനിലാണ് കിണറിന് സാധാരണ സ്ഥാനം പറയുന്നത്. പിന്നെ ഒരു കിണറിന് ഒരു സ്ഥാനം നമുക്ക് ക്ഷേത്രങ്ങളിൽ പറയുന്നുണ്ട്, അത് കന്നിഭാഗത്ത് വരുന്നുണ്ട്. അത് പക്ഷേ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് നമ്മൾ ആരും തന്നെ ഈ വീടിനെ സംബന്ധിച്ച് അവിടെ ഒരു സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാറില്ല. അത് അത്രമാത്രം കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഉത്തരജിത്തിന്റെ ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. അവിടെയാണ് ക്ഷേത്രത്തിലെ കിണറായിട്ട് അവർ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും അവിടെ ആയിരിക്കും കിണർ വരുന്നത്. അത് അങ്ങനെ ഒരു സ്ഥലത്ത് വന്നാൽ അത് ദോഷമില്ല. പക്ഷെ അവിടെയൊക്കെ നമുക്ക് പരിശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ടതുകൊണ്ട് വീടുകളിൽ ഓക്കെ മാഡം, മനസ്സിലായല്ലോ. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്നിട്ട് അവിടെ ആ സൈഡിൽ കുറച്ച് വെള്ളം അതിനെ ചിലപ്പോ കെട്ടി നിൽക്കും, അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നമ്മൾ പറമ്പിലത്ത് വെള്ളം കെട്ടിയിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഒരു വീട് വെച്ച് നമ്മൾ അതിന്റെ മുറ്റമൊക്കെ ശരിയാക്കുമ്പോൾ മഴവെള്ളം കിഴക്കോട്ടോ വടക്കോട്ടോ പോകത്തക്ക രീതിയിൽ ഒരു ചരിവ് കൊടുത്ത് അത് ക്രമീകരിച്ചാൽ അത്രയും വീട്ടിന് ഐശ്വര്യം ഉണ്ടാവും. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. ഈ പരിപാടി നേരത്തെ പറഞ്ഞ മാതിരി അവസാനം വരെ കാണുക. ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനും പറ്റാത്തത് മറ്റേതെങ്കിലും കോളേജ് ചോദിച്ചെന്ന് വരും. താങ്ക് യു. വീണ്ടും ഈ പരിപാടി അവസാനം വരെ കാണാം. സാർ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടികളുടെ പഠനമുറിയുടെ സ്ഥാനമായി. ഇനി അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, കുഞ്ഞുങ്ങളുടെ പഠനത്തിന് ഉതകുന്ന തരത്തിൽ അവർക്ക് അതൊരു ഉന്മേഷം വരുന്ന രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ വായുവിൻ്റെ സാന്നിധ്യത്തോട്ട് വായു ആ ഒരു ഇളക്കം അതിൻ്റെ ഒരു എനർജി അവിടെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ എപ്പോഴും ആ ഒരു സ്പിരിറ്റിൽ പിന്നെ അതിനകത്ത് കളർ കൊടുക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം കുട്ടികളുടെ പഠനത്തിന് അവർക്ക് നമുക്ക് മറ്റുള്ള മുതിർന്ന ആളുകൾക്കുള്ള പെയിന്റിങ് അല്ല കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ലൈറ്റ് കളർ കൊടുത്തെന്ന് വിചാരിച്ച് വേറെ ദോഷമൊന്നുമില്ല. എങ്കിലും പൊതുവേ അവർക്ക് കൊടുക്കാവുന്ന കളറ് ഇളം നീല, ഇളം പച്ച, ശരി, ഈ പിന്നെ പിങ്ക് കളറിലുള്ള
ഈ പെയിന്റുകൾ കൊടുത്താൽ നന്നായിരിക്കും. അത് മൊത്തം അടിക്കാതെ ഒരു ചുവരിൽ അങ്ങനെയുള്ള കളറുകൾ മാറി മാറി കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങളൊക്കെ അവിടെ തൂക്കുക. അവർക്ക് മനസ്സിന് അറിയാലോ, കൊച്ചുകുട്ടികളുടെ മാനസിക അവസ്ഥ അനുസരിച്ചിട്ടുള്ള പടങ്ങളൊക്കെ തൂക്കി കഴിഞ്ഞാൽ അവർ ആ മുറിക്കകത്തൊന്ന് കയറും, അവർ വേറൊരു ലോകത്തേക്കായി. ശരി. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഹലോ, സാർ നമസ്കാരം. വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവനം എന്നീ പരിപാടി സ്വാഗതം. പേര് പറയൂ സാർ. ഫിറോസ് കുമാർ. ശരത് കുമാർ. എവിടെ നിന്നാ വിളിക്കുന്നത്? ആറ്റിങ്ങൽ. എന്താണ് അറിയേണ്ടത്? ആറ്റുകാൽ, ചോദിച്ചോളൂ. അതെ അതെ. എന്നത് ഇപ്പൊ സൈഡ് പ്ലോട്ട് ഇറങ്ങിയിട്ടുള്ളായിരുന്നു. ഒറ്റ ബെഡ്റൂമാണ് നമ്മള്. ഹലോ, ചോദിച്ചു. ഒറ്റ റൂമാണ് എന്റെ എല്ലാം ചേർത്ത്. അതിൽ തന്നെ ബാത്റൂം, കിച്ചൺ, ഹാൾ എല്ലാം ഒറ്റ സൗകര്യക്കുറവുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഇറക്കിയതാണ്. അപ്പൊ ഈ വീട് വെച്ചതിന് ശേഷം ഭയങ്കര സാമ്പത്തികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എത്ര സെന്റ് സ്ഥലമുണ്ട്? അങ്ങനെയൊക്കെ. എത്ര സെന്റ് സ്ഥലമുണ്ട് വീട് പണിതിരിക്കുന്നത്? ഇത് മൊത്തം 1.5 സെന്റേ ഉള്ളൂ. 1.5 സെന്റ്. അതില് പഴയ വീട്ടിൽ സൈഡ് ഇറക്കിയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. സാധാരണ 1.5 സെന്റ്, 2 സെന്റ്, 3 സെന്റ് വരെ ഉള്ളതിന് വാസ്തു അനുസരിച്ചിട്ട് ഒന്നും പറയാറുള്ളത്. അത് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അതിലകത്ത് ഈ പിന്നെ ഒരു ഇതുണ്ട്, ഏക കുടുംബ സമേതം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അതിൽ ഈ 3 സെന്റിന് താഴെ ഉള്ളതിനൊന്നും തന്നെ ശാസ്ത്ര ഈ പ്രകാരം അതിനകത്ത് ദോഷം വരാറില്ല. ഇതിപ്പോ വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം പിന്നെ വന്നിട്ടുള്ളത്. പക്ഷെ ഈ വാസ്തുശാസ്ത്ര പ്രകാരം അതിനൊരു തകരാറുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കേട്ടായിരുന്നോ? ഹലോ ഹലോ അതെ, എനിക്ക് ഇതിനകത്ത് ഈ 1.5 സെന്റിലൊക്കെ ഒരു ചെറിയൊരു പോർഷൻ ചെയ്ത് വീട് ചെയ്തെന്ന് പറഞ്ഞ് ശാസ്ത്രപ്രകാരം അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു വീടിന്റെ കൂടെ ഒരു പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കാം ഇത് സാധ്യത. അതുകൊണ്ടായിരിക്കും. അത് കാണാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അത് അതിന്റെ വസ്തുത എന്താണെന്നുള്ള നേരിട്ട് കണ്ടാലേ അതിനകത്ത് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. സാർ കാര്യം ചെയ്യണം, ഈ പരിപാടിയുടെ അവസാനം വരെ കാണുക. അത് ഞങ്ങൾ അവസാനം സാറിന് നമ്പർ പറയുന്നതാണ്. ഒരു പേപ്പർ എടുത്ത് റെഡി ആയിക്കൊള്ളുക. പറയുമ്പോൾ ആ നമ്പർ എഴുതിയിട്ട് ഈ പരിപാടി കഴിഞ്ഞിട്ട് സാറിനെ വിളിക്കുക. കാരണം നമുക്കൊരു പരിപാടിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് അത് കൃത്യമായിട്ട് സാറിന് ഉത്തരം പറയാൻ സമയക്കുറവുണ്ടൊന്ന്. രണ്ടാമത് അതിൻ്റെ ടെക്നിക്കലി ഇത് നോക്കണം. അത് കഴിഞ്ഞ് സാറിനെ സൗജന്യം ഒരു ദിവസം ഓഫീസിൽ പോയി കാണുക. സാറിൻ്റെ ഓഫീസ് തേക്കുമൂടിലാണ്. അത് സേവനമായിട്ടാണ് സാറ് ചെയ്യുന്നത്, ഫീസൊന്നും വാങ്ങാറില്ല. ഞാൻ അവസാനം നമ്പർ പറയും, എഴുതിയെടുത്തോളാം. ഓക്കെ സാർ, താങ്ക് യു. വിളിച്ചതിന് നന്ദി. ഈ പരിപാടി അവസാനം വരെ കാണുക. താങ്ക് യു. അപ്പം നമ്മൾ കുട്ടികളുടെ കാര്യമല്ലേ പറഞ്ഞു വന്നത്. അപ്പോൾ അവിടെ അവർക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതെങ്കിലും കളർ വരി അടിക്കാതെ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഇളം നീല, ഇളം പച്ച, വളരെ ലൈറ്റ് ആയിരിക്കും, പിങ്ക് കളറിലുള്ള ഇത് മൂന്നുമാണ്. പിന്നെ മഞ്ഞ ചേർന്ന കളറും ഉപയോഗിക്കാം. ഇത് അവരുടെ പിന്നെ മാനസികാവസ്ഥ ഉന്മേഷം കൂട്ടാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലുള്ള ചിത്രങ്ങൾ, അപ്പോൾ അവർക്ക് കുഞ്ഞുങ്ങളുടെ മാനസികമായിട്ട് അവർക്ക് ഉന്മേഷം വരുന്ന തരത്തിലുള്ള, പിന്നെ ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കട്ടിൽ ക്രമീകരിക്കുന്നതിനും നമുക്ക് ശ്രദ്ധിക്കാം. കാരണം അവരിപ്പോൾ വരിയായിട്ട് കട്ടിലിടാതെ വേണമെങ്കിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെ കയറി മുകളിലോട്ട് ആ രീതിയിൽ അതിൻ്റെ ബെഡ്ഷീറ്റ് ഇതെല്ലാം തന്നെ കുറച്ച് കളർഫുള്ളായിട്ട് ഇതുമായിട്ട് യോജിച്ച് വരത്തക്ക രീതിയിൽ അവർക്ക് കൊടുത്താൽ അവരെ പഠനത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത് സഹായിക്കും. മാനസികമായിട്ട് അവർക്ക് ഉന്മേഷം കൂടും എന്നുള്ളതാണ് ശാസ്ത്രവിധിയിൽ നിന്നും കൊണ്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഇത് കൂടാതെ തന്നെ പിന്നെ നമുക്ക് പിന്നെ ഈ സ്ഥാനത്ത് തന്നെ അതിഥി മുറിയായിട്ടും ഉപയോഗിക്കാം. ഈ കുഞ്ഞുങ്ങളുടെ പഠനമുറി അല്ലാതെ ഇപ്പോൾ നല്ല ഗ്രന്ഥകർത്താ കവികൾ ഇവർക്കും ഈ പറഞ്ഞ സ്ഥാനത്താണ് ഏറ്റവും ഉചിതം. ഏറ്റവും നമുക്ക് ഒരു കൂടുതൽ ചിന്തിക്കുന്നവർക്ക് എല്ലാം തന്നെ അങ്ങനെയുള്ള അവരുടെ ലൈബ്രറി റൂം, അവരുടെ പിന്നെ അതൊക്കെ ഈ ഭാഗത്ത് വരുന്നത് ഏറ്റവും നല്ലതാണ്. സാർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. നമസ്കാരം സാർ, ഒന്ന് പേര് പറയാമോ? എന്താ പേര് പറയും, പേരും സ്ഥലവും ഒന്ന് പറഞ്ഞിട്ട് ചോദിച്ചോളൂ. പേര് സുമേഷ് എന്നാണ്. സ്ഥലം കോട്ടയം. കേട്ടു ചോദിച്ചോളൂ. അതെ, കേട്ടു, ചോദിച്ചോളൂ. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. ഹലോ, സുമേഷ് കോട്ടയം അല്ലേ വിളിക്കുന്നത്? ചോദിച്ചോളൂ. സാറേ, എനിക്കറിയേണ്ട കാര്യം, ഒരു വീട് വെക്കുമ്പോ അതിന്റെ മുറിയുടെ, എനിക്ക് ഒരു വീട് വെക്കുമ്പോ അതിന്റെ മുറിക്ക് എന്തോ അളവ്, ഏറ്റവും കൂടിയ അളവ് എന്തോ വേണം, അതൊന്ന് ഏറ്റവും കുറഞ്ഞ അളവ് എന്തായിരിക്കണം എന്നൊന്നറിയാനായിട്ടാണ്. തീർച്ചയായിട്ടും.
അതേ പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ചില കണക്കുകളുണ്ട്, ആ ഒരു മുറികൾക്കുള്ള കണക്കുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തച്ചുശാസ്ത്ര പ്രകാരം ഇതിൻ്റെ അളവുകൾ പണ്ട് മുതലേ ക്രമീകരിച്ചിരിക്കുന്നത് കോലളവിലാണ്. ഒരു കോലെന്ന് പറഞ്ഞാൽ 72 സെൻറ്റിമീറ്ററാണ് വീടുകൾക്ക്. അതേസമയം ക്ഷേത്രത്തിനൊക്കെ ആണെങ്കിൽ വ്യത്യാസമുണ്ട്. കേരളത്തിൽ അടിക്കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ രണ്ട് റൂമിൻ്റെ കണക്ക് ഏകദേശം ഒരു ഉദാഹരണ സഹിതം പറയാം. അത് പറയാനുള്ള സമയം അതിനകത്ത് കിട്ടുള്ളൂ. ഒന്ന്, സാധാരണ ഒരു വീട്ടിൽ പണിയുമ്പോൾ നമ്മൾ പറയുന്ന 10 അടിയുള്ള ഒരു ചെറിയ ബെഡ്റൂം, 10 നീളം 10 വീതിയുള്ള ഒരു റൂമിൻ്റെ കണക്കാണെങ്കിൽ നമ്മൾ സെൻറ്റിമീറ്ററിലാണെങ്കിൽ അത് 294 × 294 എന്നുള്ള ഒരളവ് കിട്ടും. അത് ശാസ്ത്രപ്രകാരം 4 കോല് 2 അങ്കുലം 16 8 എന്നുള്ള ഒരു കണക്ക് വരും. ഇത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് 20 8 എന്നുള്ള ഒരു കണക്കാണ്. അതിൻ്റെ അടിയിൽ പറയുകയാണെങ്കിൽ 12 അടി × 12 ആണ്. എന്ന് വെച്ചാൽ 366 സെൻറ്റിമീറ്റർ മുതൽ 366 12 സ്ക്വയറിൽ വരും. ഇതിനെ തന്നെ ദീർഘവ്യത്യാസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് 20 കോൽ 8 ഒരു റൂം സൈസ് എടുക്കുകയാണെങ്കിൽ അത് എല്ലാ സ്ക്വയർ തന്നെ എടുക്കണമെന്നില്ല. അപ്പോൾ അതിനെ ഈ 366 360 × 372 ആക്കാം, 330 × 402 ആക്കാം. അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ചുറ്റളവ് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൽ 16 8 കഴിഞ്ഞാൽ 20 8 വാസ്തുവിദ്യ അനുസരിച്ചിട്ട് മുറികൾക്ക് നമ്മൾ കൊടുക്കുന്ന അളവുകൾ. ഇതിനിടയ്ക്കുള്ള 17 മുതൽ 20 വരെയുള്ള ആ കോലളവിലുള്ള മുറികൾ ഒന്നും തന്നെ ശാസ്ത്രവിധി പ്രകാരം ഞാൻ വരയ്ക്കുന്ന അറിയാമെന്നുള്ള ഒരാൾ ഒരു പ്ലാനിൽ അത്തരം മുറികളുടെ കണക്കുണ്ടാവില്ല. അതിന് ഏറ്റവും എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ 294, അത് കഴിഞ്ഞാൽ ഒരു 300 × 350, 300 × 320, അല്ലെങ്കിൽ 320 × 390. ഇതൊന്നും തന്നെ ശാസ്ത്രവിധി പ്രകാരം മുറികളുടെ കണക്കല്ല. അത് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മരണച്ചുറ്റം എന്നാണ് പറയുന്നത്. അതിൻ്റെ അവസ്ഥ അതായതുകൊണ്ട് മരണം സംഭവിക്കുന്നതല്ല. പക്ഷേ ആ മുറി പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ശുദ്ധമായ കണക്കെടുക്കുമ്പോൾ ഇതിലേക്ക് വരും. ഞാൻ പറഞ്ഞത് വിശദമായല്ലോ? വിശദമായോ? ഒരു വീടിന്റെ മിറ്റത്തിന്റെ നമ്മൾ ആ വീടുമായിട്ട് മിറ്റത്തിന് എന്തളവ് കാണണം? അതങ്ങനെയല്ല. ഇപ്പം ഞാൻ ഈ മുറികളുടെ കണക്ക് പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് ഈ പ്രോഗ്രാമിൽ നിന്ന് അത്രത്തോളം പറയാൻ പറ്റില്ല. വീടിൻ്റെ പ്ലാന് വരച്ച് അതിൻ്റെ വീട്ടിൻ്റെ ചുറ്റെടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ മറ്റ് ഘടകങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് എത്ര നമുക്കൊരു മനയുടെ ഏറ്റവും ചുരുങ്ങിയ അളവ് എത്രയായിരിക്കണം, എത്ര മാക്സിമം എത്ര വരെ കൊടുക്കാം, അതൊക്കെ നമുക്ക് ഇതിനെ വികസിപ്പിച്ചെടുക്കുന്നതാണ്. അത് നിങ്ങൾ പിന്നെ ഒരു അവസരത്തിൽ നേരിട്ട് വിളിക്കുക. മിസ്റ്റർ സുമേഷ്, ഒരു കാര്യം ചെയ്യൂ. കാര്യം അറിയാമല്ലോ, ഇത് വളരെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് മാത്രമല്ല, നിങ്ങളിങ്ങനെ ഫോണിൽ പറയുമ്പോൾ ധാരാളം കാര്യങ്ങൾ മറ്റുള്ള പ്രേക്ഷകർക്ക് കാര്യം ചെയ്യുക. ഈ പരിപാടി അവസാനം വരെ കാണുക. അതിൽ സാറിൻ്റെ ഓഫീസ് തിരുവനന്തപുരത്താണ്. ഓക്കെ സാറ്, ഞാൻ നേരത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ സാറിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്, സാറ് ഒരു 1000-1500 പരം വീടുകൾ കേരളത്തിൽ അങ്ങോളങ്ങളും വാസ്തുശാസ്ത്രപരമായിട്ട് ഡിസൈൻ വരച്ച് ചെയ്തു കൊടുക്കുന്ന ഒരു പ്രശസ്തമായ ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ നമ്പർ ലാസ്റ്റിൽ കാണിക്കാം. അത് എഴുതിയെടുത്തിട്ട് സാറിനെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വിളിച്ചിട്ട് ഒരു അപ്പോയിൻറ്റ് ഫിക്സ് ചെയ്തിട്ട് തിരുവനന്തപുരത്ത് വന്ന് സാറിനെ കാണുക. വേണ്ടി വന്നാൽ അദ്ദേഹം തന്നെ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് നന്ദി. അവസാനം വരെ പ്രോഗ്രാം കാണുക. താങ്ക് യു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഓക്കെ, വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. സാർ, അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ മുറികളുടെ കണക്ക് ഇത് സൂചിപ്പിക്കുക. ഇപ്പോൾ നമ്മളൊരു പഠന മുറിയായാലും ബെഡ്റൂം ആയിരുന്നാലും മുറിയുടെ കണക്ക് എടുക്കുമ്പോൾ നമ്മൾ വാസ്തുശാസ്ത്രപ്രകാരം ഒരളവ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഇപ്പം ഒരാളുടെ സംശയം ചോദിച്ചാൽ പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഒരു മീഡിയം സൈസ് എന്ന് പറഞ്ഞാൽ 10 × 10 എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അപ്പോൾ അത് പരിമിതി ഉള്ളവിടത്ത് അത് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന അളവും ഈ പഠനമുറിക്കായാലും എല്ലാത്തിനും അളവുകൾ കൊടുത്തായിരിക്കും. എങ്കിലും ഏറ്റവും ഉചിതമായ ഒരു അളവെന്ന് പറഞ്ഞാൽ 28 മുതൽ മുകളിലോട്ടുള്ളതാണ്. 28 എന്ന് പറയുമ്പോഴത്തേക്ക് 12 അടി സ്ക്വയർ വരുന്നതാണ്. അതിനെ 13 അങ്ങനെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കാരണം ഈ 366 എന്ന് പറയുന്നത് ശരിക്കും 5 കോല് 2 അങ്കുലം 5 കോല് 2 അങ്കുലം എന്നുള്ളൊരു കണക്കാണ് വരുന്നത്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ അതിന് ദീർഘവ്യത്യാസം മുറിക്ക്, കാരണം ഒരേ ഷേപ്പിലല്ലല്ലോ. അപ്പോൾ 12ന്റെ ഇരട്ടിപ്പ് വെച്ച് നമുക്ക് കുറയ്ക്കാൻ കൂട്ടുകയും ചെയ്യാം. ശരി. അപ്പോൾ 366 ആദ്യം നമ്മൾ അവിടെ നിന്ന് പിന്നെ 372 370. ഹലോ, നമസ്കാരം സാർ. എന്താ പേരെന്താ? എന്താ? എവിടെ നിന്നാ സാർ വിളിക്കുന്നത്?
ഇത് കരുനാഗപ്പള്ളി വിളിക്കുന്നത്. കരുനാഗപ്പള്ളി. ഓക്കെ സാർ, ചോദിച്ചോളൂ. അത് നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് അപ്പുറത്തെ ഓപ്പോസിറ്റ് തന്നെ വേറൊരു വീടുകൾ വന്നിട്ടുണ്ട്. 2 നിലയാണ്. പക്ഷെ അത് 2 നിലയില് നമ്മുടെ വാതിലിന് നേരെ തന്നെയാണ് 2 ബാത്റൂം അവിടെ വന്നിരിക്കുന്നത്. അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അറിയാനാണ്. അന്ന് വേറെ ആൾക്കാർ നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് നമ്മളുടെ വീട് നേരത്തെ പണിതതാണല്ലോ, അതിനുശേഷമല്ലേ മറ്റുള്ളവർ. നമ്മുടെ വീട് നേരത്തെ ഉള്ളതന്നെയാണ്. അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്റെ സംശയം ഒന്നുകൂടെ പറയാമോ? ഈ നമ്മളെ വീടിന്റെ നേര് വാതിന്റെ നമ്മളെ നേര് ഡോറ് തുറക്കുമ്പോ മറ്റേ ബാത്റൂമിന്റെ നേരെയാണോ? അതെ, അവരുടെ ബാത്റൂമിന്റെ ഇതാണ് 2 നില വീടാണ് അവരുടെ. 2 നിലയിലും ബാത്റൂം നേരെ നമ്മുടെ നേരെയാണ്. അങ്ങനെ വരുന്നത് കൊണ്ട് ദോഷമൊന്നും പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു ഇത് വ്യക്തമായിട്ട് പറയാം. ഈ നമ്മളൊരു വീട് പണിത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്ഥലത്ത് വേറുള്ള ആൾക്കാർ പുരയിടം വാങ്ങി വീട് പണിത് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ മെയിൻ ഡോറിന് നേരെ നമ്മുടെ പറമ്പിനകത്ത് ഒരു സൂത്രവേദം വരാതെ നോക്കിയാൽ മതി. മറ്റത് നോക്കേണ്ട വിഷയമല്ല. ഞാൻ ഒന്നുകൂടെ അത് വ്യക്തമാക്കാം. നമ്മളൊരു വീട് പണിതു, അതിനകത്തൊരു മതിൽ ചുറ്റളവുണ്ടാവും. അത് ഒരു മിനിമം ഒരു കണക്ക് വെച്ചിട്ട് ആ വീടിൻ്റെ കട്ടളപ്പടിയുടെ നേരെ നമ്മുടെ ഒരു വേറൊരു വീടാണ്, നമ്മൾ പണിത ഒരു വീടാണ്, ഇങ്ങനെ വന്നാൽ നമുക്ക് ദോഷം സംഭവിക്കും. മറിച്ച് വേറൊരാളിൻ്റെ പറമ്പിൽ അത് ചെയ്താൽ അത് നമുക്ക് ഇതിനകത്ത് പരിഗണിക്കേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? അതിനെ നമ്മൾ ദോഷമായിട്ട് കാണേണ്ടതുമില്ല. അത് ഒരിക്കലും നമ്മളെ വീട്ടിൻ്റെ സൂത്രവേദം അത് മറ്റത് കൊണ്ട് തടസ്സം വരുന്നില്ല. കാരണം നമ്മൾ പറമ്പും നമ്മളെ കാമ്പൗണ്ട് വാളും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു, വീടും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിവതും അവിടുത്തെ മതിലൊക്കെ ഉണ്ടാവണം. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? പിന്നെ അതുകൊണ്ട് ദോഷമായിട്ട് അത് കാണേണ്ടതില്ല. ശരി. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഈ പരിപാടി അവസാനം വരെ കാണുക. തിരിച്ചു വരാം നമുക്ക്. സാർ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് മുറികളുടെ കണക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ശരിയായ ഒരു കണക്കൂടെ കൊടുക്കണം. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ പറഞ്ഞതിൽ 28 എന്നുള്ള ഒരളവ് നമുക്ക് ഉചിതമായിട്ട് എടുക്കാവുന്നുള്ള ഇതാണ്. അപ്പോൾ ബെഡ്റൂമിൽ ഞാൻ പറഞ്ഞില്ല ഒരു 12x12 സ്ക്വയർ ഉള്ളത്, അല്ലെങ്കിൽ അതിനെ തന്നെ ദീർഘ വ്യത്യാസപ്പെടുത്തിയിട്ട് ഒരു ഷേപ്പ് കൊടുത്തിട്ട് അതിനകത്ത് കട്ടിലിൻ്റെ ഇതിൻ്റെ എല്ലാം ഇൻറ്റീരിയർ മാർക്ക് ചെയ്യണം. ഒരു പ്ലാന് ആദ്യം നമ്മൾ പ്ലാന് സ്കെച്ചായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏകദേശ സൈസ് കിട്ടി, വാസ്തു അളവ് കിട്ടി. പിന്നെ അതിനെ അടുത്ത് എഞ്ചിനീയർ സൈഡിലോട്ട്, ആർക്കിടെക്ചർ സൈഡിലോട്ട് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ വാസ്തുവിദ്യ അറിയാമെന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആദ്യം വാസ്തുവിൻ്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ആദ്യം പ്ലാന് തയ്യാറാക്കും. അപ്പോൾ ഞാൻ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൊഫഷണൽ ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സും ഉള്ള ഒരു സ്ഥാപനമാണ് എൻ്റെത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ വാസ്തുവിൻ്റെ കൺസെപ്റ്റ് ആദ്യം ഞാൻ റെഡിയാക്കി കൊടുത്തതിന് ശേഷം അവരെ വിളിച്ച് ഇൻറ്റീരിയർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, കുറച്ചുകൂടി സ്കില്ലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും. അവരെന്ത് ചെയ്യും, അതിൻ്റെ ഓരോ ഇഞ്ചും അതിനുള്ള സ്പേസ് എടുത്തിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഒരു കട്ടിലായിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കുള്ള കട്ടിലാണെങ്കിൽ സൈസ് എത്ര, അതിൻ്റെ ലെന്ത് എത്ര, അതെടുക്കും. അതിന് കബോർഡ്സ്, ഈ കബോർഡിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം ഉണ്ടാവണം. നമ്മളിപ്പോൾ ഒരു വലിയ ഒരു പ്രായമായ ആളിൻ്റെ റൂമിനകത്ത് വെക്കുന്ന അലമാരയല്ല കുട്ടികൾക്ക്. അപ്പോൾ ഇവർ എന്തെന്ന് പറഞ്ഞാൽ അലക്ഷ്യമായിട്ടാണ് ഇവർ കാര്യങ്ങളല്ല. ആദ്യം സ്കൂളിൽ നിന്ന് ഓടി വന്ന് കൊണ്ട് അവിടെ കൊണ്ടങ്ങിടുക. അപ്പോൾ അത് അങ്ങനെ. അതെ. ഹലോ മാഡം, പേരൊന്ന് പറയാമോ? ബിന്ദു മേഡം, എവിടുന്നാ വിളിക്കുന്നത്? കോഴിക്കോട്. ഓക്കെ, ചോദിച്ചോളൂ. കേട്ടു പറഞ്ഞോളൂ, ചോദിച്ചോളൂ. എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. സാർ, ഞാൻ പൂജാമുറി ഹാളിലാണ് വെച്ചിരിക്കുന്നത്. ഒരു വുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ്. ഒരു പൂജാമുറി വുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഹാളിലാണ് വെച്ചിരിക്കുന്നത്. മനസ്സിലായി. അത് എനിക്കിപ്പോ വീടിന്റെ മുകളിലെ ഹാളിലേക്ക് ആക്കണമെന്നുണ്ട്. അതില് ഇത് പൂജാമുറിക്ക് ഞാൻ ആദ്യം പറയാം. അപ്പൊ അതിന്റെ താഴെ ഈ പഴയ സാധനമൊക്കെ ഇടുന്ന ഒരു റാക്ക് പോലെ ഉണ്ട്. അത് അതുകൊണ്ട് ദോഷമുണ്ടെന്നാണ് അവർ ചോദിക്കുന്നത്. ബാത്റൂം ആണ് വരുന്നത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ആക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. ഇപ്പൊ ഞാനത് ഒരു കാര്യം അല്ല മേഡം, ഞാൻ ചോദിച്ചോട്ടെ, ഈ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു കബോർഡ് മേലുള്ള പൂജാമുറിയാണോ മേഡം? അതിന് താഴെ ഒരു ഡ്രോയറൊക്കെ ആയിട്ട് പൂജാ സാധനങ്ങളൊക്കെ വെക്കുന്നത്, അതാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയുള്ളതാണോ മേടിച്ചിരിക്കുന്നത്? അതെ, അത് ഞങ്ങൾ ആചാര്യനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഒരു കാര്യം ചെയ്തുള്ളൂ. ഇതിന് ഇത്ര വളരെ ലളിതമായിട്ട് ഞാൻ പറയാം.
ഇപ്പൊ അത്തരം നമുക്ക് മൂവബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് പൂജാമുറിക്ക് എടുത്ത് ചെയ്യേണ്ടത്. കഴിവതും പൂജാമുറിയുടെ സ്ഥാനത്ത് നമ്മൾ പറയുന്നത് ഗ്രൗണ്ടിലാണ് പൂജാമുറി ഏറ്റവും ഉത്തമം. ഇപ്പോൾ അതേസമയം അതില്ലാതെ രണ്ടാമത്തെ നിലയിൽ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ വെക്കണതിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് വെക്കുമ്പോൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ അഭിമുഖമായിട്ട് വെക്കാനായിട്ട് നോക്കണം. ഒന്ന്. രണ്ടാമത് അതിൻ്റെ തൊട്ടടുത്ത് ഈ പറഞ്ഞതുപോലെ ബാത്റൂമിൻ്റെ ചെവിനോട് ചേർത്ത് വെക്കാതിരിക്കുക. അതൊക്കെ നമ്മളുടെ മനസ്സിൻ്റെ കൊണ്ടാണ് വെച്ചെന്ന് വിചാരിച്ച് വലിയ ദോഷമൊന്നുമില്ല. പിന്നെ ഈ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നമ്മൾ എന്തുകൊണ്ട് പൂജാമുറി പണിയാൻ പാടില്ല എന്ന് പറയുന്നത് അതൊരു ദോഷമായിട്ടല്ല പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളൊരു സങ്കല്പം അനുസരിച്ച് നമ്മളൊരു ദേവസ്ഥാനം ഈശ്വരസ്ഥാനം പുറത്തൂടെ ചവിട്ടി പോകുന്നത് മാനസിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല ആ സ്ലോപ്പ് ഇങ്ങനെ ചരിഞ്ഞായിരിക്കുമല്ല ഈ സ്റ്റെയർ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പൂജാമുറിയിലെ ഒരു സ്പേസ് സ്ക്വയർ അത് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവിടെ ചെയ്യരുതെന്ന് പറഞ്ഞത്. നമുക്ക് സൗകര്യമായിട്ട് വെക്കാം. എന്താണ് ഇതിനകത്ത് കൂടുതൽ അറിയേണ്ടത്? മുകളിൽ വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഗ്രൗണ്ടിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അസൗകര്യം ഉണ്ടെങ്കിൽ എടുത്ത് മുകളിൽ വെച്ചാൽ അതുകൊണ്ട് വേറെ ദോഷമൊന്നുമില്ല, നമുക്ക് നല്ലതേ വരുള്ളൂ. ഹലോ മാഡം, വിളിച്ചതിന് നന്ദി. ഇനി നമ്മൾ പൂജാമുറി മുകളിൽ വെച്ചിട്ട് അതിന്റെ തൊട്ട് താഴെ ബാത്റൂം വന്നതെന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് അതൊരു കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. മേഡം, അപ്പൊ എനിക്ക് തോന്നുന്നത് മേളിലത്തെ താഴത്തെ ബാത്റൂമാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അവര് മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ടാണ് നമ്മളത് വെക്കേണ്ടത്. ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ ദേവീദേവന്മാരെ പടങ്ങൾ നമുക്ക് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ വരത്തുക. അപ്പം ഒന്നുകിൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് വിളക്ക് കത്തിക്കുക, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്ന് വിളക്ക് കത്തിക്കുക. ഈ രീതിയിൽ അതിനെ ഒന്ന് ക്രമീകരിച്ചാൽ മതി. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നത് ഈ കുട്ടികളുടെ ഉന്മേഷത്തിന് വേണ്ടി നമ്മൾ മുറി ക്രമീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഡിസൈൻ തയ്യാറാക്കുമ്പോൾ തന്നെ അത് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ഒരു പ്രധാനമായിട്ട് ഒരു പ്ലെയിനായിട്ട് നമ്മളൊരു റൂം അങ്ങ് വരച്ചിടാതെ കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്ക് ഓരോരുത്തർക്കും ഏത് തരത്തിലുള്ള ഉപയോഗമാണെന്ന് നോക്കണം. ഉദാഹരണത്തിന് നമുക്കൊരു 3 പേരുണ്ട് വീട്ടിൽ, അച്ഛനും അമ്മയും, അതുപോലെ അല്ലെങ്കിൽ പിന്നെ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഒരു ആൺകുഞ്ഞ് ഒരു പെൺകുട്ടി. അപ്പോൾ ഇവരുടെ പ്രായം പരിഗണിക്കണം. വീട് വയ്ക്കുമ്പോൾ അത് പരിഗണിക്കണം. അവരെത്ര വയസ്സായി, അവർ ഏതൊക്കെ, കാരണം ചിലപ്പോൾ അവരിപ്പോൾ +1-നോ പിന്നെ അതുപോലെ LKG-ലോ ഒക്കെ പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി ആദ്യമേ ഒരു വലിയ റൂം കെട്ടിയിടേണ്ട ആവശ്യമില്ല. 2 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ 2 കുഞ്ഞുങ്ങൾക്കും കൂടെ ഈ ഒരു ചെറിയ മുറി കൊടുത്താൽ മതി. എന്നിട്ട് അവർ കുറച്ചുകൂടെ വളർന്ന് പ്രായപൂർത്തിയാകുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിനുള്ളൊരു സ്ഥലം എക്സ്റ്റൻഷൻ ഇട്ടേക്കണം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഈ ഒരു ഡിസൈൻ തയ്യാറാക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഇൻറ്റീരിയർ അടക്കം നമ്മളിതെല്ലാം ശ്രദ്ധിച്ച് വാസ്തുവിദ്യയും കൂടെ കണക്ട് ചെയ്ത് കിട്ടുമ്പോൾ ആ വീട്ടിന് അതിൻ്റെതായ ഒരു ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ. നന്ദി. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഹലോ. സാർ, പേരെന്ന് പറയാമോ? ഇത് ശശികുമാർ, കൊല്ലം തിരുമല്ലവാരം. ഓക്കെ സാർ, ചോദിച്ചോളൂ. ഞാൻ വൈഫിനെ കൊടുക്കാം, വൈഫിനെ സംശയം. ആയിക്കോട്ടെ. മാഡം പറഞ്ഞോളൂ. ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? എനിക്കറിയേണ്ടത് എന്റെ വീടിന്റെ ദർശനം പടിഞ്ഞാറോട്ടാ. അപ്പൊ കേറി വരുമ്പോ വലിയൊരു ഹാളാ. കേറുന്ന ഉടനെ പിന്നെ കാണുന്നത് ബാത്റൂമിന്റെ മിറർ ഇട്ട മുഖം നോക്കുന്ന മിറർ, അതാ കാണുന്നത്. പക്ഷെ ഇപ്പൊ അത് ആ ടോയ്ലറ്റ് മാറ്റി അത് സ്റ്റോർ റൂം പോലെ ആക്കി. പക്ഷെ ഈ ഗ്ലാസ്സില് നമ്മള് കേറി വരുമ്പം ആ ഇങ്ങനെ മുഖം അവിടെ ഇമേജ് കാണുന്നുണ്ട്. അടുത്ത വീടിന്റെ നിഴല് കാണുന്നതിലും കുഴപ്പമുണ്ടോന്നാണ്. അങ്ങനെയല്ല, അതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീട് നമ്മൾ ആദ്യം മെയിൻ ഡോറിന്റെ നേരെ അതിന്റെ നേരെ മധ്യമായിട്ടാണ് നമുക്കൊരു ബാത്റൂം വരികയാണെങ്കിൽ അതൊരിക്കലും പാടില്ല. അതേസമയം ഇത് കുറച്ച് മാറിയിട്ട് ബാത്റൂം മാറ്റി. എനിക്ക് മിററിന്റെ കാര്യം സംശയം. മിററിനെ നമുക്ക് മിറർ യഥാർത്ഥത്തിൽ മിററിൻ്റെ റിഫ്ലക്ഷൻ ഒന്നും ഇത് വലിയ കാര്യമായിട്ടുള്ളതല്ല. അതേസമയം ബെഡ്റൂമിൽ നമ്മൾ മിററിൻ്റെ ഇത് കൊടുക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ടതില്ല. ഇതൊക്കെ കുറേയൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാതെ അറിവില്ലായ്മ കൊണ്ട് ആൾക്കാർ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ശരി, അതുകൊണ്ടൊന്നും അതൊരു കാര്യമല്ല. അത് ദോഷമുള്ളതല്ല എന്നുള്ളതാണ് എൻ്റെ. ആരെങ്കിലും കയറി വരുമ്പോൾ അവിടെ ഇമേജ് കാണും, അങ്ങനെ പേടിച്ചില്ല. അങ്ങനെയൊന്നുമില്ല. അടുത്ത വീട്ടിന്റെ നിഴല് കാണും, അടുത്ത വീട് കാണാം. ഈ മിററിൽ കൂടെ നമ്മള് മുറിക്കകത്തിരുന്ന് കഴിഞ്ഞാല് അടുത്ത അതിന്റെ നമ്മുടെ വീടിന് കോമ്പൗണ്ട്
അതെ, അതിനകത്ത് ശാസ്ത്രത്തിന്റെ ഒരു അടിത്തറയില്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, അതിനകത്ത് ശാസ്ത്രത്തിന്റെ ഒരു അടിത്തറയില്ല. നമുക്കിപ്പോ പിന്നെ നമ്മളെ മിററിൽ കൂടെ അടുത്തുള്ള ഒരു വീട്ടിന്റെ റിഫ്ലക്ഷൻ കിട്ടിയാൽ അത് ദോഷമല്ലേ? കാരണം അവിടെ അവരുടെ പ്രൈവസി നഷ്ടപ്പെടും, നമ്മളെ പ്രൈവസി നഷ്ടപ്പെടും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക. അതിനകത്ത് ശാസ്ത്ര അടിത്തറയൊന്നുമില്ല. കാരണം അത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക. നമ്മൾ ഒരു വീട്ടിനകത്തൊരു മിറർ ഇരിക്കുന്നു, അയൽവക്കക്കാരുടെ ഒരു പ്രൈവസി അവർക്ക് നഷ്ടപ്പെടും, നമുക്ക് നഷ്ടപ്പെടും. അതൊക്കെ ഒഴിവാക്കുന്ന നല്ലത്. അതിന് ശാസ്ത്ര അടിത്തറയൊന്നുമില്ല. ഓക്കെ സാർ, മേഡം വിളിച്ചതിന് നന്ദി. എന്താണ് പിന്നെ ഒരു നേരെ ഒരു പുളിമരം വളർന്നു വരുന്നുണ്ട്, അതിന് കുഴപ്പമുണ്ടോ? പുളിമരം സാധാരണ വീടിന്റെ ദർശനം കിഴക്ക് ഭാഗത്ത് നമ്മൾ പുളിമരം വീട്ടിന്റെ തെക്ക് വശത്താണ് നമുക്ക് പുളിമരത്തിന്റെ സ്ഥാനം പറയുന്നത്. തെക്ക് തെക്ക് വശത്ത് അല്ലാതെ ഇതിന് ഓപ്പോസിറ്റ് തെക്കുന്ന് വടക്കായിട്ടാണ് വരുന്നത് ഇപ്പൊ പുളിമരം. വീട്ടിൽ നിന്ന് കുറച്ചകലെ ഒത്ത മധ്യത്തായിട്ട് വരും. പക്ഷെ അങ്ങനെയല്ല അത് അതിനെ കാണേണ്ടത്. വൃക്ഷങ്ങളുടെ സ്ഥാനങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ദിശ നോക്കും. ദിശ നോക്കിയിട്ട് തെക്ക് വശത്ത് പുളിമരം നല്ലതാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വടക്ക് വന്ന മുറിച്ച് കളയ തന്നെ വേണം. വടക്കാണെങ്കിൽ പുളിമരം പാടില്ല. കിഴക്കും പാടില്ല. പാടില്ല. പിന്നെ ഈ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് പിന്നെ വടക്ക് ഭാഗത്ത് വന്ന കുഴപ്പമുണ്ടോ? അത് വരാമല്ലോ. കാരണം നമുക്ക് വീട്ടിന്റെ ഫൗണ്ടേഷനെ ഒന്നും ബാധിക്കാത്ത തരത്തിൽ വടക്ക് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നമ്മൾ ടാങ്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. കാരണം നമുക്ക് ഉള്ള സ്ഥലത്ത് ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ചെയ്യുക. കെട്ടിടത്തിന്റെ ബലക്ഷയത്തെ ബാധിക്കാത്ത നല്ല സ്ലാബൊക്കെ ഇട്ട് പണിതാൽ മതി. ഓക്കെ മാഡം, വിളിച്ചതിന് നന്ദി. പരിപാടി അവസാനം വരെ കാണുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. താങ്ക് യു. അർജുൻ അസോസിയേറ്റ്സ് വാസ്തു. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. സാർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ആരാ മാഡം? എവിടുന്നാ വിളിക്കുന്നത്? പേരൊന്ന് പറ. എവിടുന്നാണ്? പൂജപ്പുരന്ന് രാജൻ. മാഡം ചോദിച്ചോളൂ. മാഡം, ഞങ്ങള് ഒരു വീട് വെച്ചിട്ട് 8-9 മാസമായി. പറഞ്ഞോളൂ കേൾക്കാം. അതില് 25 നമ്മൾ താമസിച്ച് 25 ദിവസമായപ്പോ എന്റെ ഭർത്താവ് മരിച്ചു. തെക്ക് ദർശനമാണ് വീട്. അത് ആ വീട്ടിന്റെ എന്തെങ്കിലും ദോഷം കൊണ്ടെന്നുള്ളതാണ് സംശയം ഉണ്ടാവുന്നത് അല്ലേ? അത് ഇപ്പൊ നമുക്ക് ഇത് ഒന്നും ഇപ്പോ വ്യക്തമായി എനിക്ക് അതിന്റെ പ്ലാനോ വീടോ കാണാതെ അതിനകത്ത് എന്തെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഏതെങ്കിലും സമയം കിട്ടും, തൊട്ടടുത്ത് പട്ടത്താണ് എൻ്റെ ഓഫീസ്. അവിടെ ഈ പ്ലാനും വീട്ടിൻ്റെ ഡീറ്റെയിലായിട്ട് കൊണ്ടുവന്നാൽ അത് പരിശോധിച്ചതിന് ശേഷം ഞാൻ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയാം. സാധാരണ ഇങ്ങനെ നമുക്കൊരു ദുരന്തം സംഭവിക്കുമ്പോഴാണ് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചും വീട് വെച്ചതിൻ്റെ ദോഷത്തെ പറ്റിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതും മനസ്സിന് വിഷമം തോന്നുന്നത്. ചിലപ്പോൾ അതുകൊണ്ടാണോ ഇല്ലയോ എന്നുള്ള ഇത് കണ്ടാലേ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഒരു ദിവസം ഓഫീസിലോട്ട് അത് വന്നാൽ മതി, ഞാൻ നോക്കിയിട്ട് പറയാം. ഹലോ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോൺ നമ്പർ കാണിക്കും, അവിടെ വന്നാൽ മതി. മേഡം, ഈ പരിപാടിയുടെ അവസാനം സാറിൻ്റെ ഫോൺ നമ്പർ എഴുതി കാണിക്കും. ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതിക്കൊള്ളുക. സാറിൻ്റെ ഓഫീസ് പട്ടം തേക്കുമൂടിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് സാറിൻ്റെ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഡിസൈനുമായിട്ട് സാറിനെ പോയി കാണുക. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ട ഉപദേശം തരും. ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. താങ്ക് യു സർ. അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന ഇന്നിപ്പോൾ നമ്മളെ കുട്ടികളുടെ പഠനമുറിയെ പറ്റി പറഞ്ഞു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇത് വളരെ വിശാലമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത എപ്പിസോഡ് മുതൽ ഈ ഒരു വീടിൻ്റെ മുറികളുടെ സ്ഥാനം, അപ്പോൾ അതിൽ സ്വീകരണ മുറി, പിന്നെ ഡൈനിങ് ഹാള്, ബെഡ്റൂം, പൂജാമുറി, പിന്നെ സ്റ്റോർ റൂം, പിന്നെ ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെ വ്യക്തമായ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്നുള്ളതും അത് പ്രായോഗിക തലത്തിൽ നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള വിശദമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് മുതൽ ചർച്ച ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പോൾ പ്രേക്ഷകർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. ആവശ്യമില്ലാത്ത ചിന്തകൾ അവരെ മനസ്സിൽ നിന്ന് നോക്കാം. ഒരു ചെറിയ പ്ലാനായാലും വലിയ പ്ലാനായാലും ഇതിൻ്റെയൊക്കെ സ്ഥാനം ഉണ്ടെങ്കിൽ അതെങ്ങനെ, അവിടെ വന്നാലുള്ള ഗുണമെന്ത്, വന്നില്ലെങ്കിലുള്ള ദോഷമെന്ത്, ഇത് രണ്ടും അല്ല
ഇത് ഇങ്ങനെ അല്ലാതെ പണിത് പോയി എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കുമോ? ഇപ്പം നേരത്തെ ഒരു വിളിച്ചതുപോലെ ഒരു നമുക്കൊരു ദുരന്തം ഹലോ ഹലോ. ആ സാർ, എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ വിളിക്കുന്നത് കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത്. കോട്ടയം. പേര് പറയാമോ? എന്താണ്? എന്റെ പേര് ജോർജ് എന്നാണ്. ജോർജ് സാർ, ചോദിച്ചോളൂ സാർ. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിന്റെ കന്നിമൂലയിലാണ് ഈ ബാത്റൂം വന്നിരിക്കുന്നത്. അന്നേരം അതിന് ഭയങ്കര ഇത് വീട് വെച്ചപ്പോൾ വീടിന് ഭയങ്കര പ്രോബ്ലം ഉണ്ട്. അങ്ങനെ ഒരാൾ വന്നപ്പം അയാളാണ് പറഞ്ഞത് കന്നിമൂലയിലാണ് വീട് ഇത് ബാത്റൂം. സാധാരണ വീട് ഒരു അതിൽ ഈ പിന്നെ ഒരിക്കലും കന്നിമൂലയിൽ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറിൻ്റെ കോർണറിൽ ബാത്റൂം വരാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് നമുക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും പിന്നെ കൊണ്ടുതരും. എൻ്റെ ഇതുവരെയുള്ള ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഒത്തിരി വീടുകൾ അത് പോയി നോക്കി മാറ്റി കൊടുത്തു. അവർക്ക് അതെല്ലാം നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് ശേഷം അവർ തിരിച്ച് വിളിച്ച് നമ്മളുടെ അടുത്ത് നമ്മളെ വളരെ സന്തോഷത്തോടെ ആ വിവരങ്ങൾ പറയാറുണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഹലോ ജോർജ് സാർ. ഹലോ, മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? തന്നെയല്ല, ഞാൻ ഞങ്ങളുടെ വീട് ഒരു പഴയ വീട് പൊളിച്ചു വെച്ചതാണ്, പൊളിച്ച് മാറ്റി വെച്ചതാണ്. അന്നേരം അതിന്റെ എല്ലാ ഭാഗത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ചുണ്ട്, വാതിലെ ജനലുകളെല്ലാം അതുപോലെ തന്നെ വെച്ചേക്കും. അതിന്റെയൊക്കെ എന്തെങ്കിലും അല്ല അതില് സാധാരണ സംഭവിക്കുന്ന ഞാൻ പറഞ്ഞ ഇതിനകത്ത് നമ്മളൊരു പഴയ നിലവിലുള്ള ഒരു പഴയ വീട് പണ്ട് കാലത്ത് ഈ ആരൂഢത്തിൻ്റെ കണക്കെടുത്ത് ഉത്തരവും കഴുക്കോലും അങ്ങനെയൊക്കെയുള്ള കണക്കുകൾ നോക്കിയിട്ടായിരിക്കും അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പൊളിച്ചിട്ട് നമ്മൾ അടുത്ത് കൊണ്ട് റീസെറ്റ് ചെയ്യുമ്പോൾ ഈ കണക്കിന് മാറ്റം വരും. അപ്പോൾ അത് ഒന്നുകിൽ അത് മുറിയുകയോ അതിന് നീളം കുറവുണ്ടാവുകയോ കൂട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നാൽ അത് ആരൂഢത്തിന്റെ ഒരു ദോഷമായി പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ശരിക്കും അറിയാവുന്നവർ തന്നെ അതേപോലെ ഒരു മാറ്റം വരാതെ തന്നെ ആയിരിക്കണം അത് റീപ്ലേസ് ചെയ്യേണ്ടത്. മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ദുരിതങ്ങളിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. അല്ല, ഈ നമ്മൾ പഴയ കെട്ടിടം നമ്മൾ കൃത്യമായിട്ട് പൊളിച്ചു മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കണക്ക് കൃത്യമായിട്ട് നമ്മൾ ഡ്രോയിങ് ആക്കി അത് 1 സെൻറ്റിമീറ്റർ പോലും വ്യത്യാസപ്പെടുത്താതെ തിരിച്ച് റീസെറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അപകടമാണ്. അത് ഞാൻ വെറുതെ പറയണതല്ല, പലർക്കും അത് അനുഭവപ്പെട്ടിട്ടുമുണ്ട്. അതെ, ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. എല്ലാ വ്യാഴാഴ്ചയും 12:30 മുതൽ 1:30 വരെ ഞങ്ങൾ ഈ ചാനലിലുണ്ട്. നിങ്ങളുടെ സംശയങ്ങൾ വിളിച്ച് ചോദിക്കുക സാർ. അപ്പോൾ നമ്മളിനി അടുത്ത എപ്പിസോഡുകളിൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികളുടെ പഠന മുറികളെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു കോളുണ്ട് എടുത്തിട്ട് കട്ടായി പോയി. ഓക്കെ സാർ, കട്ടായി. അപ്പോൾ നമുക്ക് അടുത്ത ഈ ഒരു പ്ലാന് തയ്യാറാക്കുമ്പോൾ തന്നെ മുറികളുടെ സ്ഥാനം, അതിൻ്റെ ഫർണിച്ചർ, ഇൻറ്റീരിയർ എങ്ങനെ ചെയ്യാം, കബോർഡ്സിൻ്റെ സ്ഥാനം, അതിൽ കൊടുക്കാവുന്ന കളർ, ഏതെല്ലാം ഇനത്തിലുള്ള കളർ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഉള്ള സമയം കൊണ്ട് ആൾക്കാരുടെ സംശയങ്ങളുടെ ഇടയിൽ ഇത് നമുക്ക് പ്രേക്ഷകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ല അറിവായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അത് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ആഴ്ച കുറച്ചുകൂടെ വിശദമായിട്ട് ഒരു പ്ലാൻ സഹിതം നമുക്ക് അത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് വിശദമായിട്ട് അതിലേക്ക് പോകാം. ഓരോരോ വീടിൻ്റെ പശ്ചാത്തലങ്ങളും അതിൻ്റെ എല്ലാ മുറികളും പ്രത്യേകം അതിൻ്റെ സാർ നേരത്തെ പറഞ്ഞാൽ ഫർണിച്ചറിനും ഇലക്ട്രിക്കലും എല്ലാത്തിനും നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് മുതൽ 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഓരോ കോർണറും ഓരോ ഇഞ്ചും ആ സ്പേസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, അത് എന്തൊക്കെയായിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ബഡ്ജറ്റ് എല്ലാ രീതിയിലും നമുക്കത് വിശകലനം ചെയ്യാം. കാരണം ആ ബഡ്ജറ്റിനെ കവർ ചെയ്ത് അപ്പോൾ ആ ബഡ്ജറ്റ് കുറവുള്ളവർക്ക് ആണെങ്കിൽ അതെങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ബെഡ്റൂം തന്നെ എടുക്കുമ്പോഴത്തേക്ക് ആ ബെഡ്റൂമിൽ ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാം. ചിലർക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഏത് തരത്തിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് അത് ചെയ്യാം, അത് ഏത് ഭാഗത്തായിരിക്കണം, ആ അലമാര അതിനകത്ത് വരുന്ന അലമാര ഏതെല്ലാം സൗകര്യങ്ങൾ അപ്പോൾ അതിനകത്ത് വേണം. ഉദാഹരണത്തിന് ബെഡ്റൂമിൽ ഒരു അലമാര പണിയുമ്പോൾ നമുക്ക് പല ഘടകങ്ങൾ അതിനകത്തുണ്ട്. സാരി തൂക്കുന്നത്, ഷർട്ട് തൂക്കുന്നത്, നമ്മൾ പിന്നെ ഡ്രസ്സ് ചെയ്തുകൊണ്ട് വന്ന ഉടനെ മുഷിഞ്ഞ ഡ്രസ്സ് ഒരു വയ്ക്കുന്നത്, അലക്ക് കഴിഞ്ഞിട്ട് അയൺ ചെയ്യേണ്ട സ്റ്റോറേജ്, ഇതെല്ലാം നമുക്കൊരു കറക്റ്റ് ഡിസൈനിങ്ങിൽ ചെയ്യാൻ പറ്റും. വാസ്തുശാസ്ത്രപരമായിട്ട് ഇതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ അതും കൂടെ നമുക്ക് ഇതിനകത്ത് പരിശോധിക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ തുടങ്ങാം. ഓക്കെ, ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി പറയുന്നതിനൊപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ അർജുൻ അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം വളരെ വ്യത്യസ്തമായ രീതികളിൽ വീടുകൾ പണിയുകയും
അതുപോലെ അതിൽ 100% വാസ്തുശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ട് വീട് പണിയും ചെയ്യുന്നൊരു പ്രശസ്ത സ്ഥാപനമാണ്. അതിൻ്റെ മേധാവിയാണ് ശ്രീ അർജുൻ സാർ. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഈ എല്ലാ ആഴ്ചയും നമ്മളോടൊപ്പം പങ്കെടുക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അർജുൻ അസോസിയേറ്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് സർസു എന്റർപ്രൈസസ്, ചെറാ സ്റ്റൈൽ ഗാലറി ആൻഡ് APN Teak Lifestyle.